നിരവധി പേർ മേയറെയും ഡെപ്യൂട്ടി മേയറെയും ആശംസ അറിയിക്കുകയും ഒപ്പമുണ്ടെന്നുള്ള പിന്തുണ നൽകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഔദ്യോഗികപരമായ നിമിഷം ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തി ചുമതല ഏറ്റെടുക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഡെപ്യൂട്ടി മേയറുടെ ഓഫീസിലേക്കാണ് ആശാനാഥ് എത്തിയിരിക്കുന്നത്. അവിടെയും വലിയ അനുഗ്രഹാശിസ്സുകളുമായി മുതിർന്ന നേതാക്കളെല്ലാം ആശയ്ക്ക് ചുറ്റുമുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ അപ്രതീക്ഷിതമായാണ് തെരഞ്ഞെടുപ്പ് ഗോദായിലേക്ക് ആശാനാഥ് എത്തിച്ചേരുന്നത്. അമ്മാവൻ്റെ നിര്യാണത്തെ തുടർന്ന് 2017 ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ്, അവിടെ ആശാനാഥിനെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. ABVP-യിലൂടെ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന ആളാണ് ആശാനാഥ്. ഒരു ഡിഗ്രിക്കാരി പെൺകുട്ടിക്ക് മുന്നിൽ 2017 തുറന്നിട്ടത് വലിയ വിശാലമായ രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു ലോകമായിരുന്നു. അവിടെ ഈ 8 വർഷം പയറ്റിത്തെളിഞ്ഞ മുഖം, താൻ പുറകിലല്ല എന്ന് ഓരോ സമരമുഖങ്ങളിലും എടുത്തു കാണിച്ച ആശാനാഥ്, സോഷ്യൽ മീഡിയയിൽ തരംഗമായ ആശാനാഥാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണ സാരഥ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയറായി ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അഭിനന്ദന പ്രവാഹമാണ് ആശാനാഥിന് ചുറ്റും. അങ്ങനെ യുവത്വത്തിൻ്റെ പ്രതീകമായി ആശാനാഥ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണ സാരഥ്യത്തിലേക്ക് എത്തുമ്പോൾ BJP മുന്നോട്ട് വെക്കുന്നത് വലിയ പ്രതീക്ഷയുടെ ചില മുകുളങ്ങളെയാണ്. നിങ്ങളുടെ കൈകളിലാണ് ഈ നാടിൻ്റെ സമ്പത്ത്, ഈ നാടിൻ്റെ വികസനം എന്ന് ഉറക്കി പറയുകയാണ് ആശാനാഥിലൂടെ BJP ചെയ്യുന്നത്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ആശാനാഥിന് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന ആശംസയാണ് നിറയുന്നത്. പ്രജിത്ത് കാരണം പാർട്ടി ഞങ്ങൾക്ക് സൂചിപ്പിച്ച പോലെ തന്നെ പാർട്ടി എന്നെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യമാണ്. തീർച്ചയായിട്ടും ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്, വികസന അനന്തപുരിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി തന്നെ പ്രവർത്തിക്കും. 101 പേരുടെയും ഒരുപോലെയുള്ള എല്ലാവരും 101 വാർഡിനും ഒരുപോലെ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി തന്നെയായിരിക്കും. മേയറായി വളരെ പരിചയസമ്പന്ന രാഷ്ട്രീയ പ്രവർത്തകനായി, അതോടൊപ്പം തന്നെ മേയറായി വളരെ പരിചയസമ്പന്ന ഒരാൾ, അതോടൊപ്പം തന്നെ യുവത്വത്തിൻ്റെ പ്രതീകമായ ഡെപ്യൂട്ടി മേയറായി വരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ കണ്ട പോലെയുള്ള തിരുവനന്തപുരം നഗരസഭ ആയിരിക്കില്ല, എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാതൃകയാകുന്ന തരത്തിലുള്ള പ്രവർത്തനവുമായിട്ടായിരിക്കും മുന്നോട്ട് പോവുക. എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും മാതൃകയാകുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശ പറയുന്നത്. അവിടെ തിരക്കുണ്ട്, പ്രത്യേകിച്ച് ആശയെ കാണാനെത്തുന്നവർ, അവരെ ആശയെ സ്വീകരിക്കാനെത്തുന്നവർ, അവരിൽ BJP പ്രവർത്തകരുമുണ്ട്, ഒപ്പം നഗരസഭയിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളുണ്ട്, മറ്റ് രാഷ്ട്രീയ കക്ഷികളിലെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഇപ്പോൾ ആശയ്ക്ക് ഇവിടെ സ്വീകരണം നൽകുന്ന ഒരു തിരക്കിലാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ളൊരു യുവതി, ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോലും വളരെ അപ്രതീക്ഷിതമായി വന്നെത്തിയ ഒരാൾ അവർ അതിൻ്റെ ഭാഗമായി മാറുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. ആ ഒരു വലിയ മാറ്റത്തിന് BJP തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ ഒരു വലിയ മാറ്റത്തിന് നേതൃത്വം നൽകുമ്പോൾ ആ കസേരയിൽ രണ്ടാമത്തെ അധികാര കേന്ദ്രമായി മേയർ കഴിഞ്ഞാൽ ഡെപ്യൂട്ടി മേയറായി ആശാനാഥ് വരുമ്പോഴും അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രത്യേകതകൾ അതിൽ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പണ്ട് പാപ്പനംകോട് കൗൺസിലറായിരുന്ന കൈമനം ചന്ദ്രൻ, അദ്ദേഹം മരിക്കുമ്പോഴാണ് അതുവരെ ഒരു പോലീസ് സർവീസിലൊക്കെ കയറാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി അവർ ഒരു തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്. അങ്ങനെ ഈ പാപ്പനംകോട് വാർഡിൽ നിന്നാണ് ആദ്യമായി നഗരസഭയിലേക്ക് മത്സരിച്ച് കയറുന്നത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാപ്പനംകോട് നിന്ന് ആശ വിജയിച്ച് കയറുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴേക്കും ആശയുടെ ഭൂരിപക്ഷമൊക്കെ കൂടുകയും ആശ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് കൂടി ഒരു വലിയ അംഗീകാരമായി ആ വിജയമൊക്കെ മാറുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് ഹാട്രിക് വിജയത്തിനായി BJP നിയോഗിച്ചത് തൊട്ടടുത്തുള്ള പുതിയ വാർഡായിട്ടുള്ള കരിമത്തായിരുന്നു. അങ്ങനെ കരിമത്ത് നിന്നും ഹാട്രിക് വിജയം നേടി ആശ വലിയ വിജയം നേടി തന്നെ തിരിച്ചെത്തി. ഇതിനിടയിൽ വലിയ പാർട്ടി ചുമതലകളും ആശ വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്, ഒന്ന് പാർട്ടിയുടെ ജില്ലാ നേതൃനിരയിൽ കഴിവ് തെളിയിച്ചു. ചിറയൻകീഴിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആശ മത്സരിച്ചു. അതിൽ തീരദേശ മേഖലയിലടക്കം വൻ ഭൂരിപക്ഷമൊക്കെ നേടി BJPയുടെ വോട്ട് ശതമാനം കൂട്ടാനും ഒക്കെ കഴിഞ്ഞൊരു യുവനേതാവാണ് ആശ. അങ്ങനെ ഒടുവിൽ തലസ്ഥാനത്തെ BJPയുടെ പല സമര പോരാട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ സമരങ്ങൾക്ക് പങ്കെടുക്കുന്ന വനിതകൾക്ക് നേതൃത്വം നൽകിയുമൊക്കെ ആശാനാഥിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആശാനാഥാണ് ഒടുവിൽ ഇപ്പോഴിതാ തിരുവനന്തപുരത്തെ ചരിത്രപരമായ BJPയുടെ വിജയത്തിൽ അതിൻ്റെ മേയർ കസേരയ്ക്ക് പിന്നിൽ രണ്ടാമത്തെ ഡെപ്യൂട്ടി മേയർ കസേരയിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ തലസ്ഥാനത്ത് ഒന്ന് മേയറായി വളരെ രാഷ്ട്രീയ പരിചയവും സമൂഹത്തിലെ പ്രവർത്തന പരിചയമുള്ള പൊതുപ്രവർത്തന പരിചയമുള്ള VV രാജേഷ് എത്തുമ്പോൾ രണ്ടാമതായി ഡെപ്യൂട്ടി മേയറായി എത്തുന്നത് യുവ നേതാവും 3 തവണ കൗൺസിലറായി വിജയിച്ച് കയറിയ ആശാനാഥാണ്.